പിന്നെ അഭിപ്രായം തരുവേരെ. ഇത് തോമസ് ടി പരുവലയാണ്. തിരുവേണി എന്നെ തപ്പിച്ചാരെന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പരിശുദ്ധരായ ദിദീമോസ് ബാവായുടെ ശിക്ഷണത്തിൽ വളർന്ന അങ്ങ് എൻ്റെ സ്വഭാവം നല്ലവണ്ണം അറിയാം. ഞാൻ അപ്പച്ചനെന്നാണ് തിരുവേനിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും വിളിക്കുന്നതും സ്നേഹിക്കുന്നതും ആ ആഴ്സല്യത്തോടു കൂടി തന്നെയാണ്. തിരുവേനിയുടെ ശിക്ഷണത്തിൽ വളർന്ന അങ്ങയുടെ നാവിൽ നിന്ന് വരുന്ന ഈ പൊൻവാക്കുകൾ സത്യാവസ്ഥയല്ലേ? ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഈ പോക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞ് പല പ്രാവശ്യം എഴുതി. ഈ പള്ളിപിടുത്തവും ഈ ധിക്കാരപരമായ നടപടികളും ഈ പരുവലപ്പള്ളിയിലെ നാനാജാതി മതസ്ഥരായ മക്കളിടുന്ന കോടാനുകോടി രൂപ കഴിഞ്ഞ 35 വർഷമായി ആരോടും ചോദിക്കാതെ സെമിനാരി എന്നൊരു ബോർഡും വെച്ച് ഇടവക്കാരെ എടുത്ത് ചെവിക്ക് പിടിച്ച് ദൂരെ കളഞ്ഞു. ഇതെൻ്റെയാണ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമ നിബന്ധന എന്ന് പറഞ്ഞ് എല്ലാം അടിച്ച് മാറ്റി കൊണ്ടുപോയി അങ്ങ് ഡൽഹിയിലെ വക്കീലന്മാർക്ക് മിനിറ്റിന് ലക്ഷം രൂപ വാങ്ങുന്ന വക്കീലന്മാർക്ക് കൊടുത്തിട്ട് സ്വന്തം സഹോദരങ്ങളുടെ പേരിൽ കേസ് നടത്തി നാനാവിധമാക്കി സഭ. ഇന്ത്യ ഓർത്തഡോക്സ് സഭയുടെ കൂടെ ആരുണ്ട്? ഏത് സഭക്കാരുണ്ട് നമ്മുടെ കൂടെ? എല്ലാവരെയും നമ്മൾ ഉറപ്പിച്ചില്ലേ? എല്ലാ സഭക്കാരെയും നമ്മൾ തിരുവേലിമാരുടെ ബാബാ തിരുവേലിമാരുടെ മറ്റു ശിങ്കിടികളുടെയൊക്കെ ഓരോ പ്രസംഗങ്ങളും പ്രതിവാദ്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ആണോ ആത്മീയക്കാർ? അവരെ ഈ സഭയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഫേസ്ബുക്കിലിട്ടു. പക്ഷേ എന്നെ ഒറ്റപ്പെടുത്താനും ഞാൻ ധിക്കാരിയാണെന്നും ഒക്കെ പറഞ്ഞ് 81 വയസ്സുള്ള കിടപ്പ് രോഗിയായ എന്നെ അധിക്ഷേപിക്കുക വരെ ചെയ്തു. തിരുവേലി പറയുന്ന കാര്യങ്ങൾ എത്രയോ സത്യമാണ് അല്ലേ? ഇതവരാരേലും പ്രാബല്യത്തിൽ വരുത്തുമോ? ഇല്ല. വേണമെങ്കിൽ വിളിച്ചേച്ച് തിരുവേലിയെ ഞങ്ങൾ ഈ സഭയെന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പറയാൻ ധൈര്യമുള്ളവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ധൈര്യമുള്ളവർ ധൈര്യം കൊണ്ട് മുന്നോട്ട് വരട്ടെ. ഈ സഭയുടെ പോക്കിനെ പറ്റി തിരുവേലി പറഞ്ഞതും നമ്മുടെ സഹോദരങ്ങളുടെ പള്ളി പിടിച്ചെടുത്ത് അവരെ അരിയാധാരമാക്കുന്നതും അവരുടെ പെണ്ണുങ്ങളുടെ പ്രായമായവരുടെ കണ്ണുനീരുകൾ ഓരോ പള്ളിയുടെ വാതിക്കലും വീണിട്ടുണ്ടെന്നുള്ളത് ആത്മസത്യമല്ലേ? ഇതാണോ ആത്മീയത? ഇതാണോ വേണ്ടത്? ഇതാണോ ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയത്? ഇത് ഒരുത്തരും നമ്മുടെ കൂടെയില്ല. ഒരു സഭക്കാരും നമ്മുടെ കൂടെയില്ല. അതും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെയുണ്ടോ? അങ്ങ് ലെബനനിൽ വെച്ചൊരു പത്രക്കീസ് ബാബ തിരുവേദിയെ കാതോലിക്കായി വാഴിച്ചപ്പോൾ ഇവിടുന്ന് പോയ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെയും രാഷ്ട്രീയക്കാരെയും പുച്ഛിച്ച് തള്ളി വൃത്തികെട്ട വാക്കുകൾ പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സഭാ നേതൃത്വവും അവർക്ക് ഓശാന പാടിക്കൊണ്ട് നടക്കുന്ന 3 പേരുണ്ടല്ലോ, അറിയാമല്ലോ. സഭാ സെക്രട്ടറി, വൈദിയസ് ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി. ഇതിൽ അൽമായ ട്രസ്റ്റി സ്വല്പം മൈൽഡ്. എന്തിന് ഞാൻ അധികം പറയുന്നില്ല. ഞാൻ സുഖമില്ലാതെ കിടപ്പാണ്. തീരെ വയ്യ. നടക്കുന്നതിനോടൊക്കെ 2 വർഷത്തോളമായി പള്ളിയിൽ പോയിട്ട് നടക്കാൻ വയ്യ. അതാണ് എൻ്റെ മുഖ്യമായ പ്രശ്നം. യാത്ര ചെയ്യാൻ വയ്യ. ദയവേ ഇനി ഇതൊന്നും കാണാൻ എനിക്കിട വരുത്തരുതേ.
ഈ സഭയുടെ പോക്ക് ഇനി കാണാൻ എനിക്കിടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഏതായാലും എൻ്റെ ദിലീപോസ് ബാബയുടെ അപ്പച്ചൻ്റെ അരുമശിഷ്യനായ അപ്രയം തിരുവേദിക്ക് ഞാൻ എൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. തിരുവേദിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിർത്തട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ പരിമല തിരുവേദിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ.